പൂർണ്ണമായി മാറിടും ദിനം വരും. അന്ന് കാണും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്ന് കാണും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹോദരങ്ങളെ, എനിക്ക് കിട്ടിയ ഒരു വചനം ഇതാണ്. പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായം 22 വാക്യം. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു, വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. ഈ വരണ്ട ഭൂമിയെ ജലാശയമാക്കി നദി എന്ന പോലെ അതിനെ ആവരണം ചെയ്യുന്നു, വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. ഒന്നുമല്ലാത്ത അവസ്ഥ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതിന് നമുക്ക് എസെക്കിയേലിന്റെ പുസ്തകം 37 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉണങ്ങി വരേണ്ട അസ്ഥികൾ, ആ ഉണങ്ങി വരേണ്ട അസ്ഥികളെ നോക്കി പ്രവാചകർ ചോദിച്ചു, ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ? കർത്താവെ, പ്രവാചകൻ കർത്താവെ അങ്ങേക്കറിയാമല്ലോ, ഈ ഉണങ്ങിയ അസ്ഥികളോട് നീ പ്രവചിക്കുക. അസ്ഥികളെ ഈ വചനം, ആ വചനം ശ്രവിച്ചപ്പോൾ, വചനം പ്രഖ്യാപിച്ചപ്പോൾ ആ ഉണങ്ങി വരേണ്ട അസ്ഥികൾ, ഉണങ്ങി വരേണ്ട അസ്ഥികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ ഇല്ലാതെയായതിൻ്റെ അവസാനത്തെ അടയാളം. അതെന്തായിത്തീർന്നു? വചനം ശ്രവിച്ചപ്പോൾ മഹാസൈന്യമായിത്തീർന്നു. മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ശരിയൊരു ശക്തിയാണ്. അപ്പോൾ ഏറ്റവും ഇല്ലായ്മയിൽ നിന്ന് ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവിടുത്തെ അനുഗ്രഹം വരണ്ട ഭൂമിയെ ആവരണം, നദി എന്ന പോലെ ആവരണം ചെയ്യുന്നു. അതായത് മനുഷ്യന് അസാധ്യമായത്, മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്തത് ഇവിടെ സംഭവിക്കുന്നു. ഇവിടെയാണ് ദൈവം. ദൈവം സർവശക്തൻ, സർവാധികൻ. പ്രഭാഷക പുസ്തകം 43:27 അവിടെ നിന്നാണ് സർവവും. എത്ര പുകഴ്ത്തിയാലും പ്രതിയെത്തിയില്ല, അവിടെ നിന്നാണ് സർവവും. അപ്പോൾ നമുക്ക് എന്താണ് ഒന്നും? നമ്മുടെ മത്തായി 6:35 ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനിതവയ്ക്ക് സുവിശേഷം വിശ്വസിക്കുന്നു. നമ്മളെല്ലാം പറഞ്ഞു വരുമ്പോൾ ഒറ്റ കാര്യത്തിലേക്ക് വരിക, ദൈവം. നമുക്ക് ദൈവത്തിൻ്റെ രാജ്യം നീതി അന്വേഷിക്കും, അതോടൊപ്പം നമുക്ക് എല്ലാം. പ്രഭാഷകൻ 41:27 അവിടുന്നാണ് സർവവും. നമുക്കറിയാം ലൂക്ക 18:27 മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഒരിക്കലും ഒരു വളരെ പ്രതിസന്ധിപ്പെട്ട ഒരവസ്ഥ, മനുഷ്യനൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തൊരവസ്ഥ. നമുക്കിങ്ങനെ ഈ വചനം പത്ത് പ്രാർത്ഥിക്കുക, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമായത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? വലിയൊരു അത്ഭുതം സംഭവിക്കുന്നത്. വചനം പറയുമ്പോൾ നമുക്കറിയാം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വചനത്തെ ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു.
ഇപ്പം നമ്മൾ വചനം പറയുമ്പോൾ അത് സംഭവിക്കുകയാണ്. വചനം പറയും നമുക്ക് എന്താണ് നമുക്ക് ഇത് ഈ ഭാഷ 19-20 വരുമ്പോൾ വരണ്ട ഭൂമി ഒന്നുമില്ലാതാക്കിയാണ് ഭൂമി. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്നു. അപ്പം മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യം, മനുഷ്യനൊരു ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ ദൈവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപ. നാം എന്തായിരിക്കുന്നുവോ നാം എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാണ്. പൗലോസ് പറയും, ഞാൻ നന്മ ചെയ്യാൻ ഇച്ഛിച്ചാലും ചെയ്തു പോകുന്നത് തിന്മയാണ്. ഈ മുഴുവൻ നിനക്ക് എൻ്റെ കൃപ മതി. ഈ കൃപ നിനക്ക് അനർഹമായിട്ട് നിനക്ക് കൃപ മതി. അപ്പം ചുരുക്കി പറഞ്ഞ ഒറ്റ കാര്യമാണ്, നമുക്ക് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് പറഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കോ ഒന്നിനും പോകാനാകില്ല. അപ്പോൾ നമുക്ക് അറിയാം, പിന്നെ ലാസിൻ്റെ വീട്ടിൽ കർത്താവ് ഇപ്പോൾ മക്കളെ പല കാര്യങ്ങൾക്ക് എത്തിയടിക്കുക നമുക്ക് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാം കൊടുക്കണോ, അത് ആവശ്യമാണല്ലോ. പക്ഷേ മറിയം കർത്താവിൻ്റെ പ്രാധാന്യം കർത്താവ് ഞാൻ ഈ അവസ്ഥയിലാണ് എവിടെയെന്ന് പറഞ്ഞു. അതെന്താ പറഞ്ഞത്? കർത്താവ് ഹൃദയം ആവശ്യമുള്ളത് ദൈവം പ്രധാനപ്പെട്ട ദൈവം മാറ്റാൻ തിരഞ്ഞെടുത്തു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഒന്നേ ആവശ്യമുള്ളൂ, ദൈവം. നമ്മൾ ആ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയും കഴിവുകൾ കഴിഞ്ഞാൽ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. നമുക്കറിയാമല്ലോ, നിയമവചനം 4:7 പറയുന്നു. നമ്മളെപ്പോഴും പറയുന്ന ഒരു വചനമാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്രയും അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാവുള്ളത്. നമ്മുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാകുമോ? നമ്മുടെ ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താൻ. എന്താണ് നമുക്ക് യോഗ്യം? നമുക്ക് സത്യദൈവത്തെ അറിയാൻ. ആ ദൈവം എവിടെയാണ്? ആ ദൈവം നമ്മൾ തന്നെയാണ്. ഇന്നിൽ തന്നെയാണ്, ദൈവരാജ്യത്തന്നെ ഇന്നിൽ തന്നെ നമ്മിൽ വസിക്കുന്ന സർവശക്തനായ സർവവുമായ സർവാധികാരിയായ ആ ദൈവത്തെ നമ്മൾ കണ്ടെത്തിയാൽ നമുക്കെല്ലാം വായിക്കാൻ നമുക്കൊന്നും ആവശ്യമില്ല. നമുക്ക് 4 നമ്മുടെ ദൈവം എന്റെ മഹത്വത്തിന്റെ സംഭരയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ള 4:13 വരുമ്പോഴത്തേക്കോ എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. നമുക്ക് സാധിക്കുമെന്ന് തോന്നിയാൽ നമുക്ക് പറ്റില്ല. നമ്മളെല്ലാം കൂടെ ഒറ്റ കാര്യം ചെയ്തിരിക്കുന്നു. ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ. അത് തന്നെ ആ അനുഗ്രഹം. നമുക്ക് മറ്റുള്ള മതത്തെക്കുറിച്ച് പറയുന്നതല്ല, പക്ഷേ ആർക്കും കിട്ടാത്ത ഒരു അനുഗ്രഹം നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. അമോയിസായില് നമ്മളെ മുതലാക്കി ദൈവം മക്കളുടെ സ്ഥാനത്തേക്ക്. ആ ദൈവം എങ്ങനെയാണ്? ആ ദൈവം നമ്മളിലേക്ക് സജീവനായി എഴുതി വരിക. ആ അവസ്ഥയിൽ പൗലോസ്ലീഹ എന്താ പറയുന്നതെന്നോ, ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, 2:20 യേശു എന്നിൽ ജീവിക്കുന്നു. ആ അവബോധം അതൊന്ന് ഗ്രഹിക്കാൻ, ആ സത്യം അറിഞ്ഞാൽ എവിടെയെത്തും? സത്യം നിങ്ങളെ സ്വതന്ത്രമാണ്. അപ്പോൾ നമ്മൾ ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ സ്വന്തം. ഉണ്ടായിരിക്കാം, ദാരിദ്ര്യം ഉണ്ടായിരിക്കാം, പല ക്ലേശങ്ങളും ഉണ്ടായിരിക്കാം.
പക്ഷെ നമുക്ക് അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. ഈ കല്ലും മുള്ളും ഒക്കെ നല്ല വഴിയായിരിക്കും, നമുക്ക് നോക്കാനില്ല. നമ്മളെ ആരാണ് വഹിച്ചിരിക്കുന്നത്? അവിടുത്തെ കരങ്ങളിൽ വഹിച്ചിരിക്കുകയാണ്. ആർത്തി നിന്നെ ലഭിക്കുകയില്ല, പെരുവളം നിങ്ങളെ ഒഴുക്കി കളയുകയുമില്ല. കർത്താവ് കളിവരം പിടിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. എത്ര അനുഭവിച്ചാലും പരിധിയിലെത്തുകയില്ല. എത്ര നന്ദി പറഞ്ഞാലും ഇപ്പോൾ എല്ലാത്തിനും നന്ദി പറയാം. നമുക്ക് ഒരു ശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ, ഒരു ശ്വാസം അത് ദൈവത്തിൻ്റെ ദാനം. ഇതെല്ലാം പദ്ധതി പ്ലാൻ ചെയ്യുന്നു. പള്ളിക്ക് നമുക്ക് എല്ലാവർക്കും പോകുന്ന ബുദ്ധിമുട്ട്, രാവിലെ എഴുതി പള്ളിക്ക് പോവുക പ്രയാസമാണ്, തടസ്സങ്ങളുണ്ടാകും. നമുക്ക് സമയമുള്ള നിലപിടിച്ചാലേ നടക്കുള്ളൂ. പക്ഷേ ഒരു കാര്യം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതാണ് മറിയം തിരഞ്ഞെടുത്തു. നമുക്ക് ഓരോന്നിനും ആവശ്യം. അപ്പോൾ നമുക്ക് ദേശീയ 41 ഇതാണ് എൻ്റെ ബാലതയുടെ ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ. നമുക്ക് ഈ പറഞ്ഞെല്ലാം നമ്മൾ സംഗ്രഹിക്കണം. ആ യേശുവിൻ്റെ അവിടെ നമുക്ക് വേണ്ടി ജീവൻ തരിക, വാവിക്കാൻ മതി നമുക്ക് വേണ്ടി. യോഹന്നാൻ 3:16 ഏകയാവനെ നൽകാൻ തക്കത് ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു, നമ്മെ തന്നെ മുടി. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അവിടെ നമുക്ക് വേണ്ടി ജീവനാണ്. ആ ജീവൻ നിത്യജീവൻ മറ്റൊരു തന്നെ മുഴുവനുമായിട്ട് തരിക, നമ്മോടൊക്കെ ആയിരിക്കുവാൻ, ഇമ്മാനുവേൽ നമ്മുടെ അടുത്ത് ആയിരിക്കുവാൻ അവിടുന്ന് വിശുദ്ധ കുർബാന ആഗ്രഹമാണ്. ആ വിശുദ്ധ കുർബാനയിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി അവിടുന്ന് നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മളെ കാത്തിരിക്കുന്ന ആ ദൈവത്തെ നമ്മൾ പലപ്പോഴും നമുക്ക് നടക്കുന്നില്ല. ഇനി മറ്റൊരു കൂടി പറഞ്ഞാൽ, നമ്മൾ വസിക്കുന്ന ദൈവം നമ്മോട് നിരന്തരം സംസാരിക്കുന്നുണ്ട്. സങ്കീർത്തനം 19:2 പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി വിജ്ഞാനം പറയുന്നു. ഭാഷകളില്ല, വാക്കുകളില്ല, ശബ്ദം പോലുമില്ല, എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ നമുക്ക് പറ്റുന്നില്ല, നമുക്ക് സാധിക്കുമ്പോഴില്ല. നമ്മുടെ കഴിവ് നടക്കുന്ന ഒരിക്കലും ഞാൻ പറയുകയില്ല. ദൈവത്തിൻ്റെ പേരിൽ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ സംബന്ധിക്കും എന്നാണ് തീരുമാനിച്ച് അതിനുവേണ്ടി പരിഗണിച്ച് പ്രാർത്ഥിച്ചാൽ അത് സാധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് കേട്ടിട്ടില്ല. എല്ലാ ദിവസവും പോകാനും ദേവാലയ ശുശ്രൂഷ നടത്തുമായിരുന്നു. മനുഷ്യ അന്നും വലിയേക്ക് മനുഷ്യ അന്നും വിശുദ്ധ പോകാനും സാധിക്കും. അപ്പം എവിടെയാണെങ്കിലും അദ്ദേഹം പോകുമായിരുന്നു. ഒരു ദിവസം വാങ്ങിപ്പോകാൻ പറ്റിയില്ല. പിന്നെ ആരോ പറഞ്ഞ് ഒരു ചാപ്പലുണ്ട് അങ്ങോട്ട്, അവിടെ കുർബാന കിട്ടുന്നു. രാഷ്ട്രീയമായിട്ട് നമുക്ക് പോകുമ്പോൾ അവർ ഹൈക്കോടതി പോയി എന്താണ് ഒരു കുർബാനയ്ക്ക് അദ്ദേഹം വില കൊടുത്തിരുന്നു. ഈ കുർബാന ദൈവമാണ്. നമ്മൾ ആ കുർബാനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇങ്ങനെ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവങ്ങളുണ്ട്. ചില കുടുംബങ്ങളിൽ ചില വ്യക്തികൾ അത്ഭുതകരമായിട്ട് വലിയ അപകടങ്ങളാണ്. മനുഷ്യന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ രക്ഷപ്പെട്ട് പോകുമ്പോൾ നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ എന്നും വിരുദ്ധവരെ സമ്മതിക്കുന്നവരൊക്കെയായിരുന്നു. ഒരിക്കലും നമുക്ക് ഇല്ല. നമ്മൾ ആ കുടുംബങ്ങളോട് ബഹുമാനം പ്രവർത്തിക്കുകയില്ല. നമുക്കുള്ളതെല്ലാം ചെയ്യുക ദൈവം ഏറ്റെടുത്ത് കഴിയും. ഇവിടെ എല്ലാ പ്രശ്നങ്ങളും നമുക്കറിയാം. സങ്കീർത്തനം 119:71 സംഘടനയാണ്. ക്ലേശങ്ങൾ എനിക്ക് ഉപയോഗിച്ചു, അത് വഴി അങ്ങനെ ഞാൻ അഭ്യസിക്കുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ അതല്ല, അതിൻ്റെ എല്ലാം ഒരു അനുഗ്രഹമുണ്ടായി. ഏറ്റവും ശാപിക്കപ്പെട്ടതാണ് കുരിശ്. കുരിശ് കർത്താവിനുള്ള അനുഗ്രഹമാണ്. ഞാൻ ഒറ്റക്കായിട്ട് വന്നു. നമുക്ക് നമ്മൾ ഇന്ന് ഏറ്റവും നമ്മുടെ ആരുടെയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവം പ്രത്യേകവും അനുഗ്രഹിക്കും നമുക്ക് വന്നു. തന്നെയുമല്ല, ഇത് വിജ്ഞാനികളിൽ നിന്നും വിവേക
ഒരു വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പാണ്ഡിത്യം കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത് ദൈവിക രഹസ്യങ്ങൾ. അപ്പൊ നമ്മളെ അങ്ങനെ ആ ദൈവം ആ ദൈവത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ. പക്ഷേ നമ്മൾ ഇത് കൂടുതൽ പ്രാർത്ഥിക്കുക. ഈ ദിവ്യ രഹസ്യമാണ് ഏറ്റവും ഞാൻ ഇത് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഏറ്റവും വലിയ രഹസ്യമാണ് ഈ അപ്പോഴത്തേക്ക് ഒരു ദൈവം സർവശക്തനായ ദൈവം. അപ്പോൾ വലിയൊരു രഹസ്യത്തിലെ ഏറ്റവും വലിയ രഹസ്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതവുമാണ്. ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യരുടെ ശരീരത്തിൽ ദൈവം പറ്റുന്നത്. ആ യേശു നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ആരായി മാറാൻ ശരീരങ്ങളായി മാറി. തീർച്ചയായിട്ടും എൻ്റെ അനുഭവം പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ്. ലോകത്തിൽ അർപ്പിക്കുന്ന വലിയോട് വിദ്യാഭ്യാസം സമർപ്പിക്കുന്നതിന് പ്രാർത്ഥിക്കുമ്പോൾ ആ അപ്പത്തോടും ഇതിനോട് ചേർത്താക്കാസായാലും വിലാസായാലും സമർപ്പിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളാണ്. വലിയ അത്ഭുതം. അപ്പൊ ഇനി ഒരു സാധാരണ ഒരു വ്യക്തി ഈ നാട്ടിൽ വലിയ അനുഭവം കിട്ടുകയോ ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹാരം ഞാൻ ഈ വിശ്വമായപ്പോഴാണ് സാധിക്കുന്നത്. എനിക്കിതെന്നെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ വീണ്ടും വരുന്നതാണ് ഈ വരണ്ട ഭൂമി ജീവിതത്തിൻ്റെ അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹം നമുക്കൊന്നാണ് ആവശ്യം, ദൈവാനുഗ്രഹം. ആ അനുഗ്രഹം നമ്മളെ ഏറ്റുവാങ്ങാൻ വരുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ. നമ്മുടെ ആ പ്രശ്നമായിരിക്കും നമുക്ക് സാധിക്കുന്നതായിട്ട് പ്രാർത്ഥിക്കുക. നമുക്കറിയാത്ത വിധത്തിൽ നമുക്കതിന് ഉത്തരം കിട്ടും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധമായിരിക്കും അതിൻ്റെ ആൻസർ ഇരിക്കുന്നത്. ഇതെല്ലാം സകല അനുഗ്രഹങ്ങളുടെയും സ്രോതസ്സാണ് കുർബാന. സകല അനുഗ്രഹങ്ങളുടെ ഹൃദയമാണ്. അപ്പോൾ ആ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. എന്താണ് നമ്മുടെ പ്രയാസങ്ങള്, കഷ്ടതകള്, തകർച്ചകള്, ദുഃഖങ്ങള്, വേദനകള്, അതുപോലെ മറ്റുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ പ്രശ്നങ്ങൾ അവിടെ അത്ഭുതം സംഭവിക്കും. അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ഓർമ്മപ്പവും വീഞ്ഞുമാണ് മുന്തിരിക്കാറ്. ഇത് കർത്താവിൻ്റെ ശരീര രക്തങ്ങളായി പോകണം. അപ്പോൾ നമ്മൾ ആ അപ്പത്തോടും വീഞ്ഞോടും കൂടി നമ്മൾ സമർപ്പിക്കുന്നതെല്ലാം ദൈവികയിലേക്ക് ഉയരുന്നുള്ളത് ദൈവിക സത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ വളരെ വരുമ്പോഴും കുർബാനയെ സംബന്ധിക്കുമ്പോഴും നമ്മുടെ എല്ലാവരും നമ്മളെ തന്നെയല്ല മറ്റുള്ളവർ. ഇസ്രായേലിന്റെ ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തെ രക്ഷിക്കുന്ന ഒരു ഉപകരണമായിട്ട് നമ്മളെ ദൈവം പ്രത്യേകം വിളിക്കുകയും ചെയ്ത് നമുക്കൊരു വലിയ കടമയുണ്ട്. അത് മറ്റുള്ളവരിലേക്കാണ്. ആ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ദൈവം വിശ്വസിച്ചത്. നമ്മൾ പറഞ്ഞാലൊന്നും അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. മനുഷ്യബുദ്ധിക്ക് ലഭിക്കാവുന്ന കാര്യം അത് നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ കഴിക്കാൻ കടപ്പെട്ടവരാണ്. നമുക്കറിയാം ധനവാന്റെ ലാസിന്റെ ഈ ധനവാന് ലാസൻ എനിക്ക് ഉപയോഗിക്കുന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രഭാഷയുടെ പുസ്തകം എനിക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ മറ്റുള്ളവർക്ക് നിഷേധിക്കരുത്. നമ്മൾ അവകാശപ്പെട്ടു നമുക്ക് ലാസത്തിലേക്ക് അവരുടെ ഉപയോഗങ്ങൾ നോക്കുക. യാതൊരു സ്ഥിതി ചെയ്തില്ല. ഈ ധനവാൻ ചെയ്യേണ്ട നന്മ ചെയ്തില്ല. നരകശിക്ഷയ്ക്ക് അർഹനായിരിക്കുന്നത് പോലെ നമുക്ക് ഒരുപാട് കടമകളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കടമയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. എല്ലാവരെയും നമുക്ക് അനുദിനം ചെയ്യും ആ വേദിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോഴോ നിന്റെ ശത്രുവിനെ വിശക്കുമ്പോൾ ആഹാരം കൊടുക്കുക, ഭാവിക്കുമ്പോൾ ജലവും. നീ അവൻ്റെ ശേഷിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കുന്ന പൂരം. അപ്പോൾ
സുഭാഷിതം 27 നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി തിന്മ ചെയ്യുന്ന ഒരാൾ, പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവർ പറയുന്നൊരു മറുഭാഷയുണ്ട്, വ്യംഗ്യഭാഷയുണ്ട്. എന്താണ് വ്യംഗ്യഭാഷ? എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ആകുമ്പോഴോ നമുക്ക് ആ കർത്താവ് നമുക്ക് പ്രചോദനം ചെയ്യും. സമയമില്ലായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും ഭാഗ്യപ്പെട്ടവരാണ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം കർത്താവ് തന്നെ നമുക്കായി തന്നിരിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധ ശരീരത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരായിത്തീർന്നു? യേശുവിനായിത്തീർന്നു, യേശുവായി മാറിത്തീർന്നു. നമ്മളെല്ലാവരും അവിടുന്ന് പോകുന്നത് യേശുവാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഈ സത്യം അറിയുന്നില്ലെങ്കിലോ? സത്യം അറിയുന്നില്ലെങ്കിൽ എന്താണ് എൻ്റെ കാര്യം? നമ്മൾ പലപ്പോഴും നമ്മൾ ആരാണെന്ന് അറിയുന്നില്ല. നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. ഒരു ഭിക്ഷക്കാരൻ പോയി ഒരു പാചകമായിട്ട് ഭിക്ഷയാലിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു രത്നവ്യാപാരിയുടെ അടുത്ത് നിന്ന് അതിനെക്കുറിച്ച് പഠിക്കുക. കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ അയാൾ ചോദിച്ചു, നിനക്ക് എവിടെ ഈ ഭിക്ഷപാത്രം? അപ്പനെ മക്കളുടെ അപ്പം കൊടുക്കുക. ഞങ്ങൾ ഇങ്ങനെ തലമുറയായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന പാത്രമാണ്, പെട്ടെന്ന് എടുത്തൊന്നുമല്ല. അത് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ഈ ടെക്നിക്കടെ ഈ കടയിലെ എൻ്റെ ഈ ഷോപ്പിലെ മുഴുവൻ രക്തം കൊടുത്താലും ഈ പാത്രത്തിൻ്റെ വലിയ ആകില്ല. ഇവരിത് ഭിക്ഷപാത്രമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ആരാണ് നമ്മൾ അറിയാം. നമ്മൾ ആരാണ് വസിക്കുന്നത്? നമ്മൾ ആരിലാണ് വസിക്കുന്നത്? നമ്മളിത് അറിഞ്ഞാൽ അത് മറ്റൊരു ലോകത്തിലായി. ഇതാ സ്വർഗരാജ്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. അത് നിങ്ങളിൽ തന്നെ. ആ നമ്മൾ എവിടെ വസിക്കുന്നത്? പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ ഹൃദയത്തിൽ. നമ്മൾ യേശുവിലായി കഴിഞ്ഞു. യേശുവിലായിട്ട് പിതാവിന്റെ പരിശുദ്ധാത്മാവ് എവിടെയാണ്? നമ്മൾ തിരുഹൃദയത്തിലായി പോകുന്നത്. യേശുവിൻ്റെ തിരുഹൃദയത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ ആർക്കെങ്കിലും സാധാരണ വിചാരിച്ചു അവിടെ പോകണം, ഇവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാ കാര്യമുണ്ട്. ഞങ്ങൾ പറ്റും അമ്മ അവിടെ പോയിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ആരാണ് നമ്മൾ അറിഞ്ഞാൽ അവനെ കീഴ്പ്പെടുത്താൻ ഒരിക്കലും. അതെനിക്കെല്ലാം അറിയാവുന്നതല്ല. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഈ ദിവ്യ രഹസ്യം ഒന്നും അറിയാവുന്ന ഈ ഒരു കാര്യം അറിയാം. വിശുദ്ധ കുർബാനയെ കൂടെ സാധിക്കാത്ത ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്ന് തന്നെ അത് കിട്ടണമെന്നില്ല. നമ്മൾ ചോദിക്കുക, കൊടുക്കാൻ തുടങ്ങുകയില്ല, കൊടുക്കുള്ളൂ അല്ലെ കൊടുക്കുകയില്ലല്ലോ. അല്ലെങ്കിൽ ഒരു സമയം നമ്മൾ വിശേഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-6 വയസ്സ് വരെ എനിക്ക് വണ്ടി പഠിക്കണമെന്നല്ലോ ഇല്ല. അത് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന പദ്ധതി കഴിയുന്നതാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ചത് ലഭിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ വിശുദ്ധ പോകാനും പ്രാർത്ഥനകൾ നമ്മൾ ഓരോ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. പറഞ്ഞിരുന്നു ആ കുർബാന ലോകത്തിൽ അർപ്പിക്കുന്ന പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. കർത്താവ് ഇപ്പോൾ ലോകത്തിൽ അർപ്പിക്കുന്ന ദൈവത്തെ ആ കർത്താവിനും പിതാസായും ഞാൻ ഇഷ്ടമാണ്. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ പറയുമ്പോൾ ഞാൻ പറയും, ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് അത്ഭുതം സംഭവിക്കും. ഞാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇതുപോലെ ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ തിരിച്ചുകയാണ്. നമ്മൾ വരുമ്പോൾ നമുക്കറിയത്തില്ല, നമ്മളൊന്നുമല്ല. ഇതുപോലെ പ്രത്യേകമാണ് നാളെ പറഞ്ഞ ഒരു കുഞ്ഞ് 5-6 വയസ്സ് വേണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് പറയാം ആരോട് ഞാൻ കേട്ടപ്പോൾ അപ്പോൾ വലയുടെ സമയത്ത് അപ്പോൾ ഈശോ നിൽക്കുന്നു. ഈശോ അതിന് ഞാൻ കുഞ്ഞ് മനസ്സിലായി. ഈശോ സത്യമായിട്ടും പക്ഷെ നമ്മളെ കാട്ടി നമ്മൾ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു ജീവിതത്തിൽ സംബന്ധിക്കുന്നത്. ഒത്തിരി കൂടുതൽ ആ പേര് നമുക്ക് എല്ലാം സമർപ്പിക്കാം. ആ സമർപ്പിക്കുന്ന എല്ലാ ദൈവത്തിലേക്കും. അതുപോലെ തന്നെയാണ് ഈ സാധാരണ സംഭവമെല്ലാം തെറ്റായ പ്രേമബന്ധങ്ങൾ. ആ തെറ്റായ പ്രേമബന്ധങ്ങളെ പഠിപ്പിക്കുന്നവരെ ആ സാധാരണ സമർപ്പിക്കുക. തീർച്ചയായിട്ടും അത് നിർവഹിക്കുക. തീർച്ചയായിട്ടും നിർവഹിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം കാണും.
എനിക്ക് ജനങ്ങളെ ചോദിച്ചു എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിനോട് ഇനി എന്താ ആഗ്രഹിക്കുന്നു? ഇനി എന്താ ആഗ്രഹിക്കുന്നു? വിശ്വാസം വിശ്വസിക്കുന്നവന് ഒന്നും അസാധ്യമല്ല. നമുക്ക് മത്തായി സുവിശേഷം 17:20-21. നിങ്ങളുടെ എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് ശിഷ്യന്മാരെടുത്ത് കുഞ്ഞുങ്ങളോടൊപ്പം അഭിസാധനമായി ബഹിഷ്കരിക്കാൻ സാധിക്കും? എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും, നിങ്ങൾക്ക് യാതൊന്നും ആശ്വാസമായിരിക്കില്ല. പക്ഷെ നമുക്ക് ഈ വിശ്വാസം എത്തുന്നതാണ് നൂതനമായിട്ടാണ് ആ വിശ്വാസത്തോടുകൂടി നമ്മൾ എനിക്ക് കൂടുതൽ സജീവമായി പങ്കുകൊള്ളുവാനും യോഗ്യതാപൂർവ്വം അങ്ങേ സ്വീകരിക്കുവാനും നമ്മൾ വിശ്വാസം സ്വീകരിക്കുമ്പോൾ ആരായി കഴിഞ്ഞു നമ്മളെല്ലാം യേശുവായി മാറുന്നു. സത്യമുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ വീട്ടിലൂടെ നമ്മൾ സംഗീതം 19 അതിന് പോലും നമ്മൾ സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, എപ്പോഴും ഉള്ള സംഭവങ്ങളിൽ കൂടി വ്യക്തികളിൽ കൂടി ആയിരിക്കുക. പക്ഷേ നമ്മൾ ഈ സ്വരം ശ്രമിക്കണം. കർത്താവിൻ്റെ സ്വരം ശ്രമിക്കാൻ നമ്മൾ അതിന് സന്നദ്ധത സമയം കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ മുഴുവൻ സമയവും എടുത്ത് അതിനെ അനുസരിക്കണം. ഈ 5 അപ്പം 5000 പേരെ കിട്ടിയിട്ടുണ്ട്. കർത്താവ് എല്ലാം നമുക്ക് ഇപ്പം നമ്മളിവിടെ നിൽക്കാൻ കർത്താവ് കഴിഞ്ഞിട്ട് ആ 5 അപ്പം 5000 പേരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു 12 പുസ്തകം വരെ നിൽക്കേണ്ടത്. ആ 12 കൃത്യമായിട്ടാണ് അതിനെ 12 ഇപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംഗീതം 115 12 കർത്താവിനെ കരുതലുണ്ട്. ആ കരുതൽ കൈകളിൽ നിർത്താറ് നമുക്ക് വേണ്ടി അവസാനത്തോടെ സജീവനായ ക്രിയകളെയും നമ്മളിലേക്ക് വരികയാണ്, പരിശുദ്ധ പോവുകയാണ്. പിന്നെ നമ്മൾ ആരായി കഴിയുന്നു? നമ്മളെപ്പോഴും പറഞ്ഞ ആള് ഞാൻ പറയുന്നത് ദൈവമക്കളാണ്. വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. നമുക്കറിയാം, ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നു? ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതാ ഇത് നമ്മൾ ദൈവം വിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് സ്വീകരിക്കുന്നു. ഇതിന് വളരുന്നു. ആ ഇടത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ദൈവത്തിൽ അത് നമ്മൾ എത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളുന്നു അത് നിശ്ചയിക്കുന്നു. നമുക്കത് ഉദാഹരിക്കുക. നമുക്ക് ചെയ്യാം. കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ കൂടുതൽ അറിയാനും ആ വിശുദ്ധ കുർബാനയെ
അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് നമ്മളൊപ്പമായി തീർന്നത് നിങ്ങൾ സാധാരണ പറയുമ്പോൾ അതിന് വലിയ മൂല്യമുണ്ട്. എപ്പോഴും പറഞ്ഞിരിക്കുന്നത് സാധാരണ വാക്ക്, പക്ഷെ ഒന്നായി തീരുന്നു. അത് നിങ്ങൾക്ക് ഈ അറിവും അനുഭവവും പറയുന്നു. പരിശുദ്ധമായി ഞങ്ങളെ എല്ലാവരും സഹായിക്കുന്നു. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോ